മെക്സവൻ വിവാദം കെട്ടടങ്ങിയതോടെ മറ്റൊന്ന് തലപൊക്കിയിരിക്കുന്നു. ഒന്നടങ്ങുമ്പോൾ മറ്റൊന്ന്. അതിപ്പം നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് ഇസ്ലാം വിഭാഗത്തിലെ ഒരു പ്രത്യേക അനുഭവമായി മാറിയിരിക്കുകയാണ്. നഫീസുമ്മ എന്ന കോഴിക്കോട്ടുകാരിയായ ഒരു മധ്യവയസ്ക, അവർ വളരെ ചെറുപ്പത്തിലെ വിധവയായതാണ്. ഏതാണ്ട് 10-25 കൊല്ലം മുൻപ് ഭർത്താവ് മരിച്ച് 3 പെൺമക്കളാണ്. അവരെല്ലാം വളർത്തി വലുതാക്കി ഒരു സ്ഥാനത്ത് എത്തിച്ചു. ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവരവരുടെ ജീവിതം തള്ളി നീക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോഴവർക്ക് 55 വയസ്സ് പ്രായമുണ്ട്. അവർ ഇസ്ലാമികമായ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി, അനുസരണയോടും കൂടി ജീവിച്ച ഒരു സ്ത്രീയാണ്. അവരിപ്പോൾ തൻ്റെ മക്കളോടൊപ്പം മണാലിൽ എന്ന സ്ഥലത്തേക്ക് മറ്റ് സ്ത്രീകളോടൊപ്പം ഒരു വിനോദയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിതത്തിൽ ഒരല്പ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നടത്തിയതാണ്. അവിടെ ചെന്ന് അവിടുത്തെ ആ മഞ്ഞുകൂട്ടങ്ങളും മഞ്ഞു വീഴ്ചകളും എല്ലാം കണ്ട് അതിൽ സന്തോഷവതിയായി ഉല്ലസിച്ച് അവർ അവിടെ കുറച്ച് സമയം എൻജോയ് ചെയ്തു. അവരുടെ മക്കൾ ആരാണ്ട് അത് വീഡിയോയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റാണ് ഇപ്പൊ വിനയായിരിക്കുന്നത്. ഇബ്രാഹിം സഖാഫി പുഴക്കാട്ട് എന്ന് പറയുന്ന സമസ്തയിലെ ഒരു പ്രമുഖൻ, അദ്ദേഹം അതിനെതിരെ വലിയൊരു പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വിധവയായ ഒരു സ്ത്രീ, വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ആ സ്ത്രീ വീട്ടിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന് ദിക്റ് ചൊല്ലുകയും സ്വലാത്ത് ചൊല്ലുകയും ഒക്കെയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഉല്ലസിച്ച് പോയി ഉല്ലാസയാത്ര നടത്തുകയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വന്നത്. ആ പ്രസംഗം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകൾ പങ്കുവെക്കുകയും വലിയ വിവാദമായി തീരുകയും ചെയ്തതോടുകൂടി അത് ആ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് നഫീസുമ്മയുടെ ജീവിതത്തെയും മാനസികാവസ്ഥയും വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്ക് കിട്ടിയ ഒരല്പനേരത്തെ ഉല്ലാസം അവർക്ക് ഏറെ നാളത്തെ ദുഃഖത്തിലേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തൊട്ടയൽ വീട്ടിൽ നടന്ന ഒരു മരിപ്പിന് പോലും അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലബാർ ഭാഗം, കോഴിക്കോട് ഭാഗം, ഇതുമാതിരി കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വരുന്നവരും പോകുന്നവരും എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് ആ നാട്ടിലൊക്കെ ഉള്ളത്. അത് ഭയന്നിട്ടാണ് അവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുന്നത്. സത്യത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മെക്സവനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, സ്ത്രീയും പുരുഷനും ഇടകലരുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം കൊടുത്ത ഒരു ഉപദേശം വലിയ വിവാദമായി മാറി. ആ വിവാദം ഒന്ന് കെട്ടടങ്ങിയപ്പോഴാണ് ഇപ്പൊ 2-3 നാളായിട്ട് ഈ മണാലി യാത്രയുടെ ദുരന്തം, ആ വാർത്ത ഒരു ദുരന്തമായി മാറിയ തരത്തിലേക്കുള്ള സോഷ്യൽ മീഡിയ വാർത്തകളും അത് പ്രധാന മീഡിയകളുടെ എല്ലാം ചർച്ചകളിലേക്ക് ഇത് ഇടം പിടിച്ചിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ എത്രയോ ഗൗരവമായ വിഷയങ്ങൾ, എത്രയോ ഗൗരവമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമുദായമാണ് ഇസ്ലാം. അതിന്ന് പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട്
അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ട് ഇപ്പോൾ പറയപ്പെടുന്ന എച്ചിൽ മുസ്ലിം എന്ന ആളുകളോടൊപ്പം ചേർന്ന് ജീവിക്കുകയും അവൻ ആ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു വന്ന് വ്യക്തി കൊണ്ട് അവന്റെ പെറ്റ തള്ളയുടെ തല വെട്ടിക്കീറി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം. അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. യുവതലമുറയിലെ എത്രയോ ചെറുപ്പക്കാരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ. മാതാപിതാക്കളുടെ നിയന്ത്രണം കർക്കശമായിട്ട് എത്രയോ പെൺകുട്ടികളാണ് വീട് വിട്ടു പോകുന്നത്. ജാതിയും മതവും ഒന്നും തന്നെ നോക്കാതെ അവർക്ക് എവിടെയോ ഒരാശ്വാസം കിട്ടുന്നു, അവിടെ ഓടിപ്പോകുന്ന ഒരു സ്ഥിതി എത്രയോ നമ്മൾ ദൈനംദിനം കേൾക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ എത്രയോ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എത്രയോ കുട്ടികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നേരിട്ട് രംഗത്ത് വന്ന് തങ്ങളുടെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഇതൊക്കെയല്ലേ സത്യത്തിൽ നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, വലിയ പ്രതിസന്ധി. അടിയന്തര പരിഹാരം ആലോചിക്കേണ്ട പ്രതിസന്ധികളല്ലേ ഇത്? ഇതിലേക്കൊക്കെ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ, നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ശ്രദ്ധ തിരിയേണ്ടത്. ആ ഭാഗത്ത് അവർ ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ഒഴിവാക്കാവുന്ന ഒന്നായിരുന്നു ഈ നഫീസ ഉമ്മയുടെ കാര്യം. അതുപോലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അത് വലിയ വിവാദമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അത് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ മാറ്റുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടുവരികയാണ്. ഇത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇതിനൊരു മാറ്റം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ ഒത്തുകൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവരിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. പഴയതുപോലെയല്ല, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്തെങ്കിലും ഒന്ന് നാവിൽ നിന്ന് വന്നാൽ അതിനെ അതിൻ്റെ ഇരട്ടിയാക്കി ശക്തിയാക്കി സമൂഹത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതേക്കുറിച്ച് ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം വളരെ അവെയറുള്ള ആളുകളാണെന്ന് അറിയാം. എങ്കിൽ തന്നെയും അതൊന്നും അവർ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതിൽ ജാഗ്രത പുലർത്തണം എന്നു മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയും മറ്റു വിഷയങ്ങളുമായി, മറ്റാനുകാലിക പ്രശ്നങ്ങളുമായും സാഹിത്യ വിഷയങ്ങളുമൊക്കെയായി നമുക്ക് ഒത്തുചേരാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.